ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉണക്കമാങ്ങ അച്ചാറുമായിട്ടാണ്. കഴിഞ്ഞ മാസം നാട്ടിൽ നിന്ന് പാഴ്സൽ വന്നപ്പോൾ അമ്മ കൊടുത്തയച്ചതാണ്. നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള നല്ല അടിപൊളി നാടൻ മാങ്ങ അമ്മ ഉപ്പൊക്കെ ഇട്ട് നല്ല ഉണക്കി വെച്ചതാണ്. അപ്പോൾ ആ മാങ്ങ ഞാൻ 1 മണിക്കൂർ ചുടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വാർത്ത് വെച്ചതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അപ്പോൾ നമുക്ക് വേഗം അച്ചാർ ഉണ്ടാക്കാം. നമ്മുടെ കയ്യിലുള്ള എണ്ണ ഏതാണെങ്കിലും അത് ഉപയോഗിച്ചിട്ടുണ്ടാക്കാം. ഏറ്റവും നല്ലത് എണ്ണയാണ് കേട്ടോ. നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കാലം കൂടാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഞങ്ങളിവിടെ ഒരു ആഴ്ച കൊണ്ട് ഇത് തീർക്കും. അപ്പോൾ പിന്നെ കയ്യിലുള്ള വെളിച്ചെണ്ണ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വെളുത്തുള്ളി 2 കുടം വെളുത്തുള്ളി ഉണ്ടായിരുന്നു, 3-4 പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ വഴറ്റി അതിലേക്ക് കറിവേപ്പില ഇട്ട് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മുളക് പൊടി ഇടണം. ഇത് എരിവ് കുറഞ്ഞതായതുകൊണ്ട് 4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് ഉപ്പിട്ടാൽ മതി. കാരണം എന്താ വെച്ചാൽ ഉപ്പ് ഇട്ടാണല്ലോ മാങ്ങ ഉണക്കിയത്. പിന്നെ അതിലേക്ക് കായം പൊടിച്ചത്, കടുക് പൊടിച്ചത്, ഉലുവ പൊടിച്ചത് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ തീ ഓഫാക്കി വെക്കണം. പൊടികൾ ഇട്ടതിന് ശേഷം ഒന്ന് ചൂടായതിന് ശേഷം തീ ഓഫാക്കിയിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എൻ്റെ കയ്യിൽ കായം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കായം വറുത്ത് പൊടിക്കുകയാണ് കേട്ടോ ചെയ്തത്. അതാണ് ആ രീതിയിൽ കാണുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മളൊന്ന് ചൂടാക്കിയിട്ടാണല്ലോ പൊടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം വേവാനുള്ള തീ വേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ മാങ്ങ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളമില്ലേ, ആ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി മാങ്ങക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സുർക്ക കൂടി ചേർക്കുക. വിനാഗിരി സുർക്ക എന്നൊക്കെ പറയും, ഓരോ സ്ഥലത്ത് ഓരോ പോലെയാണ്. അത് പാകത്തിന് ആവശ്യത്തിന് മാങ്ങയുടെ പുളിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചില മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വിട്ട് കൊടുക്കുക. തിളച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുതിർത്ത് വെച്ചിട്ടുള്ള ഉണക്കമാങ്ങ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് ഇനി വേണോ പാകത്തിന് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിടാം. പിന്നെ നമ്മുടെ ഇഷ്ടാനുസരണം ഇത്തിരി പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർക്കാവുന്നതാണ്. ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ പുളിയും എരിവും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ ഏട്ടന് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ മാങ്ങ വെള്ളം ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്ന കാരണം കുറച്ചുകൂടെ ഞങ്ങൾ ആ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അച്ചാർ റെഡിയാണ്. ഇത്രേ പണിയുള്ളൂ. ഭയങ്കര സിമ്പിളാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് രാത്രി തന്നെ അത് ഭക്ഷണത്തിന് ഉപയോഗിച്ചു, ചോറിലേക്ക് എടുത്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് തീരും ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.